വർഷങ്ങളെല്ലാം മരണത്തിൻ കരിനിഴലേശാതന്നെ. കഴിഞ്ഞ വർഷങ്ങളെല്ലാം മരണത്തിൻ കരിനിഴലേശാതന്നെ. കരുണയിൻ ചിറകടിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചതാ. കരുണയിൻ ചിറകടിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചതാ. നന്ദിയാൽ നിറഞ്ഞു മനമേ, നന്മ നിറഞ്ഞ മഹോന്നതനാ. നന്ദിയാൽ നിറഞ്ഞു മനമേ, നന്മ നിറഞ്ഞ മഹോന്നതനാ. യേശുരാജനെയും സ്തുതിപ്പിൻ. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനം. മനോഹരമായ 2026 ആണ്ടിൻ്റെ പ്രാരംഭ ദിനം കണ്ടുണരുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിൽ നിന്നും ഒരു ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു വർഷം മുഴുവൻ ദൈവം നമുക്ക് ആയുസ്സ് തരുന്നു എന്ന് വരികിൽ ഈ ദൈവിക ആലോചനയുടെ ശക്തിയാലും ബലത്താലും മുന്നേറുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 31-ാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 31-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 32 വേർഡ്സ് 31. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. വളരെ സുപരിചിതമായ ഒരു വ്യക്തിയുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിച്ച് കേൾപ്പിച്ചത്. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. ഇവിടുത്തെ കഥാപുരുഷൻ ആരാണെന്ന് നമുക്ക് വളരെ പരിചിതമുള്ളതാണ്. ബൈബിളുമായി ബന്ധമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം. പഴയ നിയമത്തിലെ അബ്രഹാമിൻ്റെ കൊച്ചുമകനായിരിക്കുന്ന യാക്കോബിനെ കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ച് കേട്ടത്. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം ദീർഘമാണ് എങ്കിലും വളരെ ഹ്രസ്വമായിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കട്ടെ. സ്വന്തം സഹോദരനെ ചതിച്ച് ജ്യേഷ്ഠാവകാശം കൈവശമാക്കുകയും അപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങുകയും ചെയ്തതിന് ശേഷം തൻ്റെ സഹോദരൻ തന്നെ കൊല്ലുമെന്ന കാര്യം വ്യക്തമായിട്ട് അമ്മയാൽ തനിക്ക് അറിവ് ലഭിച്ചപ്പോൾ അമ്മയുടെ നിർദ്ദേശപ്രകാരം അമ്മയുടെ സഹോദരനായ ലാബാന്റെ ഭവനത്തിലേക്ക് ഓടിപ്പോയ ഒരു വ്യക്തിയായിരുന്നു യാക്കോബ് എന്ന് പറയുന്ന ഈ കഥാപുരുഷൻ. അദ്ദേഹം ലാബാന്റെ ഭവനത്തിലെത്തുകയും അവിടെ ദീർഘമായ നാളുകൾ താമസിക്കുകയും ചെയ്തു. താമസിക്കുമ്പോൾ തന്നെ അവിടെ വെച്ച് അദ്ദേഹം ലാബാന്റെ മക്കളെ വിവാഹം കഴിക്കുകയും അങ്ങനെ താനൊരു വലിയ കൂട്ടമായി തീരുകയും ചെയ്തു. തനിക്ക് ധാരാളം ആടുമാടുകളും ദാസീദാസന്മാരും തനിക്ക് മക്കളും ഭാര്യമാരും ഒക്കെ ഉള്ള ചരിത്രമാണ് യാക്കോബിനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. താൻ ഭൗതികമായിട്ട് ധാരാളം ഉള്ളവനായിട്ട് തീർന്നു. തൻ്റെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലായിരുന്നു എങ്കിലും ഏകദേശം 20 വർഷത്തോളം ഭാര്യമാർക്ക് വേണ്ടിയും ആടുമാടുകൾക്ക് വേണ്ടിയും ചിലവഴിച്ച യാക്കോബ് ഈ കാലം അത്രയും പിന്നിടുമ്പോഴും തൻ്റെ ഹൃദയത്തിനുള്ളിൽ ഒരു നിരാശാബോധം തന്നിലുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ സഹോദരനായ ഏശാവ് തന്നെ കൊല്ലും എന്നുള്ള ആ വാക്ക് തന്നെ വല്ലാതെ ഭീതിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. യാക്കോബ് ഇപ്പോൾ ആവശ്യത്തിലും അധികം ധനമുള്ളവനും ഉന്നതനുമൊക്കെ ആയിട്ട് തീർന്നിട്ടുണ്ടെങ്കിലും തൻ്റെ ഹൃദയത്തിൽ മാറാത്ത ഒരു വേദന ഏത് നിമിഷവും മരണം തന്നെ പിടിക്കും എന്നുള്ളതായിരുന്നു. ആ ചിന്തയോടുകൂടിയാണ് താൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം വായിച്ച ഈ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ സമൃദ്ധനായിട്ട് തീർന്ന യാക്കോബ് താന് ലാബാന്റെ ഭവനത്തിൽ നിന്നും മടങ്ങിപ്പോരുവാനായിട്ട് ആഗ്രഹിച്ച് അങ്ങനെ തനിക്കുള്ളതൊക്കെയുമായിട്ട് താൻ സഞ്ചരിക്കുവാൻ തീരുമാനിക്കുമ്പോൾ ചില ആളുകളെ ഏശാവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചിട്ട് യാക്കോബ് നിന്നെ കാണാൻ വരുന്നു എന്നുള്ള ഒരാലോചന പറയുകയുണ്ടായി. അപ്പോൾ ഏശാവ് ഏകദേശം 400ഓളം ആളുകളുമായിട്ട് യാക്കോബിനെ എതിരേൽക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ യാക്കോബ് വാസ്തവമായിട്ടും ഭയപ്പെട്ടു.
അങ്ങനെ ഭയചകിതനായിട്ട് തീർന്ന യാക്കോബ് എങ്ങനെയെങ്കിലും രക്ഷ പ്രാപിക്കാനായി കൂട്ടത്തെ രണ്ടായിട്ട് നിർത്തി. അതിനുശേഷം പിന്നീട് താന് ഏശാവിന് സമ്മാനവുമായിട്ട് വിവിധമായ ആളുകളെ ഗ്രൂപ്പായിട്ട് നിർത്തി ഈ പോകുന്ന വഴിയിലൂടെ നിർത്തുവാനിടയായിട്ട് തീർന്നു. അങ്ങനെ പലവിധമായ തന്ത്രങ്ങൾ യാക്കോബ് പ്രയോഗിച്ചും ഏശാവ് തന്നെ കൊല്ലാതിരിക്കുവാനായിട്ട്. ഏശാവിന്റെ മനസ്സ് എന്താണെന്ന് യാക്കോബിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് പല വിധത്തിലും തനിക്ക് കൊടുക്കാൻ കഴിയുന്നതൊക്കെ കൊടുത്താണെങ്കിലും ഈ പ്രശ്നമൊന്ന് പരിഹരിക്കണമെന്ന് യാക്കോബ് ആഗ്രഹിച്ചു. ചുരുക്കത്തിൽ ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, യാക്കോബ് തനിക്കുണ്ടായിരുന്ന വലിയ ഭൗതിക സമ്പത്തുമായിട്ട് ഒരു രാത്രി കഴിച്ചു കൂട്ടുമ്പോൾ ആ രാത്രിയിൽ തന്നെ താന് അവിടെ നിന്നും ഉറക്കം എഴുന്നേറ്റതിനു ശേഷം തനിക്കുണ്ടായിരുന്ന കൂട്ടത്തെയും തൻ്റെ കൂടെയുള്ള സകല ആളുകളെയും യബ്ബോക്ക് കടവിന്റെ അക്കരെ താൻ കടത്തി. അതിനുശേഷം താൻ തനിയെ ശേഷിക്കുകയാണ്. തൻ്റെ മുമ്പാകെ ഏശാവ് എന്ന് പറയുന്നയാൾ തൻ്റെ സഹോദരൻ എതിരേൽക്കുവാനായിട്ട് വരും. ഒരു വലിയ സമൂഹമായിട്ട് തീർന്നിരിക്കുന്ന ഇവരെ എതിരേൽക്കാൻ വരുമ്പോൾ ആ മനുഷ്യൻ ഏത് നിലകളിലാണ് ഇടപെടുന്നതെന്ന് ഒരുപക്ഷെ യാക്കോബിന് അറിയില്ല. ആ ഭീതിയെല്ലാം തൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ തന്നെ രാത്രിയുടെ യാമത്തിൽ തനിക്കുള്ളതിനെ മുഴുവൻ ആടിന്റെ അക്കരെ കടത്തിയതിനു ശേഷം താൻ യബ്ബോക്ക് കടവെങ്കിൽ തനിയെ ശേഷിക്കുന്ന പശ്ചാത്തലമാണ് നാം വായിച്ച് കേട്ടത്. താൻ അവിടെ തനിയെ ശേഷിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആ യാക്കോബിനോട് ചേർത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്ന ആ പദപ്രയോഗം ഒന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബ് പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു എന്ന് വായിക്കുന്നു. 2026 ആണ്ടിന്റെ ഉദയസൂര്യന്റെ പൊൻകിരണങ്ങളുടെ തലോടലേറ്റുകൊണ്ടാണല്ലോ നാം എല്ലാവരും ഉണർന്നെഴുന്നേറ്റ് നിൽക്കുന്നത്. സൂര്യൻ ഉദിച്ചു. എപ്പോഴാണ് സൂര്യൻ ഉദിച്ചെന്നറിയാമോ? യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക പദം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ പെനിയേൽ കടന്ന് പോകുമ്പോൾ. എന്താ പെനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം? ആ പദത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ദൈവത്തിന്റെ മുഖം, ദൈവമുഖം അഥവാ ദ ഫേസ് ഓഫ് ഗാഡ് എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മുഖം കണ്ടപ്പോൾ സൂര്യൻ ഉദിച്ചു എന്ന് വായിക്കുന്നു. എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഈ പുതുവർഷത്തിൽ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ട് ഇന്നത്തെ ഈ സൂര്യ ഉദയം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. ചില പ്രത്യേക പരിവർത്തനങ്ങൾ ഇവിടെ യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുതുവർഷം ദൈവം നമുക്ക് സമ്മാനമായിട്ട് തന്നപ്പോൾ സൂര്യന്റെ ചൂടേറ്റ് ഞാനും നിങ്ങളും ഉണർന്നിരിക്കുമ്പോൾ ചില പരിവർത്തനങ്ങൾ യാക്കോബിൽ സംഭവിച്ചത് നമ്മളിലും സംഭവിപ്പാൻ ഇടയായിട്ട് തീരണം. ദൈവത്തിന്റെ മുഖം കാണുന്ന വ്യക്തിക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. യാക്കോബിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് യാക്കോബ് എത്തിച്ചേരുകയാണ്. യബ്ബോക്ക് കടവെങ്കിൽ താൻ തനിയെ ശേഷിക്കുകയാണ്. അപ്പോൾ ഉഷസാകുവോളം ഒരു പുരുഷൻ തന്നോട് മല്ല് പിടിച്ചുകൊണ്ടേയിരുന്നു. തന്നെ ജയിക്കുവാൻ കഴിയുകയില്ല എന്ന പരിപൂർണ ബോധ്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടതായിട്ട് നാം വായിക്കുന്നു. അവന്റെ കാല് ഉളുക്കിപ്പോയത് കൊണ്ട് തനിക്ക് ചലിക്കുവാനോ മുന്നോട്ട് പോകുവാനോ കഴിയാതിരുന്നപ്പോൾ ദൂതൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ പേര് എന്ത്? യാക്കോബ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, എൻ്റെ പേര് യാക്കോബ്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, യാക്കോബ് ഇവിടെ വാസ്തവത്തിൽ തൻ്റെ പേര് വ്യക്തമായിട്ട് പറയാം, ഞാൻ യാക്കോബ് ആണ്. എന്താ ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ഒരു പരിപൂർണമായിരിക്കുന്ന അംഗീകാരത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പദമാണ് യാക്കോബ് പറഞ്ഞത്. ഞാൻ യാക്കോബാണെന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം ഞാനൊരു ചതിയനാണ്, ഞാനൊരു ഉപായിയാണ് എന്നുള്ളതാണ്. യാക്കോബ് വാസ്തവമായിട്ടും തൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതയെയും കുറവുകളെയും താൻ ആരാണ് എന്നുള്ളതിനെയും വ്യക്തമായിട്ട് ഇവിടെ വിളിച്ചു പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇങ്ങനെ പറയട്ടെ, ഈ ഒരു സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന ഈ പ്രഭാതം മുതൽ ഈ ഒരു വർഷം മുഴുവൻ ദൈവം നമുക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെങ്കിൽ നാം ആദ്യം ചെയ്യേണ്ടത് നാം ആരാണെന്ന് സമ്മതിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ടും ദൈവത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കണം, സമ്മതിക്കണം നാം ആരാണ് എന്നുള്ളത്. അങ്ങനെ നാം സമ്മതിച്ചു കഴിഞ്ഞാൽ യാക്കോബിന്റെ ജീവിതത്തിൽ പിന്നീടുണ്ടാകുന്ന അനുഗ്രഹം പോലെ ഈ ഒരു വർഷം മുഴുവൻ ദൈവം നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ അളവില്ലാതെ തന്നുകൊണ്ടേയിരിക്കും, യാതൊരു സംശയവുമില്ല. ഒന്ന് നോക്കാം എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. യാക്കോബ്
തൻ്റെ ജീവിതത്തെ പരിപൂർണമായിട്ടും ദൈവമുഖത്തിന് മുമ്പാകെ സംവദിച്ചിട്ട് പറയുക, ഞാൻ യാക്കോബാണ്, ഞാനൊരു ചതിയനാണ്, ഞാനൊരു ഉപായിയാണ് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, ഒരു നാണയത്തിന്റെ ഇരുപുറവും എന്ന പോലെ തന്നെ യാക്കോബ് തന്റെ കുറവിനെ അവിടെ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ പറയുന്ന വാക്ക് എങ്ങനെയാ? ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, മറിച്ച് നീ ഇസ്രയേൽ എന്ന് അറിയപ്പെടും എന്നാണ് നാം വായിക്കുന്നത്. ഞാനത് ഇങ്ങനെ പറയട്ടെ, ഒരു നാണയത്തിന് രണ്ട് വശമാവുള്ളത്. ഒരു വശം മോശമായിരിക്കാം, പക്ഷെ മറുവശം പറയുക അങ്ങനെയല്ല, നീ ഇസ്രയേലാണ്, നീ ദൈവത്തിന്റെ പ്രഭുവായിട്ട് തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ആരാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ ഒരു അനുഗ്രഹം യാക്കോബിന് കാണുവാൻ കഴിഞ്ഞതുപോലെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം നമ്മുടെ അവസ്ഥയെ പരിപൂർണമായിട്ട് മാറ്റും എന്നുള്ളതിന്റെ വ്യക്തമായിരിക്കുന്ന ചിത്രമല്ലയോ യാക്കോബിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്? ഇന്ന് പ്രഭാതത്തിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് എന്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ പ്രേക്ഷകരോടും വളരെ സ്നേഹത്തോടും വിനയത്തോടും പറയട്ടെ, ദൈവത്തിന്റെ മുഖം നോക്കി, ദൈവമുഖം കണ്ടുകൊണ്ട്, ദൈവമേ ഞാൻ ഇന്ന വ്യക്തിയാണ് എന്ന് വ്യക്തമായിട്ട് സമ്മതിക്കുവാൻ കഴിഞ്ഞാൽ അടുത്ത നിമിഷം അത് അനുഗ്രഹത്തിന്റെ നിമിഷമാകട്ടോ. നിങ്ങളുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും ഏറ്റുപറയുവാൻ മനസ്സ് കാണിക്കുന്ന പക്ഷം അടുത്ത നിമിഷം അനുഗ്രഹമാ. യാക്കോബ് എന്ന ചതിയന്റെ പേരിനെ സ്വർഗത്തിലെ ദൈവം എടുത്തു മാറ്റി ഇസ്രയേൽ എന്ന ദൈവത്തിന്റെ പ്രഭുവെന്ന അധികാരമുള്ള നാമം കൊടുത്ത് അവനെ അനുഗ്രഹിപ്പാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന്റെ മുമ്പാകെ ഒന്ന് സമർപ്പിക്കാം. സൂര്യൻ ഉദിച്ചു, സൂര്യന്റെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഈ 2026 ആണ്ട് മുഴുവൻ സഞ്ചരിക്കുവാനായിട്ട് കിഴക്കേ ചക്രവാളത്തിൽ നിന്ന് പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് സൂര്യന്റെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമുക്കും സമ്മതിക്കാം, ദൈവമേ എൻ്റെ അവസ്ഥ ഇതാ, ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയാ, എനിക്ക് കുറവുണ്ട്, എനിക്ക് ബലഹീനതയുണ്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രയാണം നമുക്ക് ആരംഭിക്കുവാൻ കഴിഞ്ഞാൽ അടുത്ത നിമിഷം അനുഗ്രഹത്തിന്റെ ഓരോ പടികൾ ചവിട്ടുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായിട്ട് തീരും. ഇനി നിങ്ങൾ നോക്കുക, രണ്ടാമതായിട്ട് നാം വായിക്കുന്നത് 33-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇത് വിശദീകരിക്കുവാനായിട്ട് എനിക്ക് കഴിയുകയില്ല. 33-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്തിൽ അടുത്ത് നാം വായിക്കുന്നത്, അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി, ഏശാവും അവനോടുകൂടെ 400 ആളുകളും വരുന്നത് കണ്ടു എന്നാണ് വായിക്കുന്നത്. അടുത്ത നിമിഷം തന്നെ താൻ കാണുന്ന ഒരു കാഴ്ച ഇതാണ്ട്, ഏശാവ് 400 ആളുകളുമായിട്ട് വരുന്നു. ഇതുവരെയും താൻ ഭയപ്പെട്ടിരിക്കുകയാണ്. ഈ രാത്രിയിലും താൻ ഭയപ്പെട്ടിരുന്നു, ഒരുപക്ഷെ അവൻ വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട്. എന്നാൽ പറയട്ടെ, ഇപ്പോൾ താൻ ഒരു ഉപായിയാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഇതാ തന്റെ അവസ്ഥയെ മാറ്റുകയാണ്. താൻ ആരെയാണോ ഈ ദീർഘമായ നാൾ ഭയപ്പെട്ടിരുന്നത്, തന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ വേദന എന്ന് പറയുന്നത് ഏശാവ് തന്നെ കൊല്ലുമെന്നുള്ളതായിരുന്നെങ്കിൽ, ആ ഭയത്തോടെ ജീവിച്ച യാക്കോബിന്റെ ഭയം മാറി ഇവിടേക്ക് നിങ്ങൾ നോക്കിയാൽ കാണുവാൻ കഴിയുന്നത്, താൻ ആരെയാണോ ഭയപ്പെട്ടത് ആ ഭയപ്പെട്ട വ്യക്തി തൻ്റെ മുമ്പാകെ വന്ന് നിൽക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, അനുഗ്രഹത്തിന്റെ രണ്ടാമത്തെ പടി എന്ന് പറയുന്നത്, താൻ ആരാണോ തന്നെ കൊല്ലുമെന്ന് താൻ ഭയപ്പെട്ടിരുന്നത് ആ വ്യക്തി ഇതാ തന്നെ എതിരേൽക്കുവാനായിട്ട് വരിക. ഇവിടെ യാക്കോബ് ചെയ്ത ഒരു കാര്യമുണ്ട്. ഇതിനു മുമ്പൊക്കെ യാക്കോബ് ചെയ്തുകൊണ്ടിരുന്നത്, പ്രതിസന്ധികൾ വരുമ്പോൾ ഗ്രൂപ്പായിട്ട് നിർത്തിയിട്ട് യേശാവ് വന്ന് ഒരു ഗ്രൂപ്പിനെ കൊന്നുകളഞ്ഞാൽ അടുത്ത ഗ്രൂപ്പിന് രക്ഷപ്പെടാമല്ലോ എന്ന വക്രബുദ്ധിയാണ് യാക്കോബ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യാക്കോബിന്റെ ജീവിതത്തിന് വലിയ മാറ്റം ഇവിടെ സംഭവിക്കുക. യാക്കോബ് ഇവിടെ ചെയ്ത ഒരു പ്രത്യേക വാക്ക് നാം വായിക്കുന്നത്, യാക്കോബ് കൃത്യമായിട്ട് ആളുകളെ നിർത്തി. ഏറ്റവും ഒടുവിലായിട്ട് റാഹേലിനെയും യോസെഫിനെയും നിർത്തിയതായിട്ട് നാം വായിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, യാക്കോബ് അവരെ നിർത്തിയതിന് ശേഷം യാക്കോബ് ഏറ്റവും മുമ്പിലേക്ക് ഏശാവിനെ കാണുവാനായിട്ട് ചെല്ലുകയാണ്. എന്താ കാരണം എന്നറിയാമോ? ഇനി അവൻ എന്നെ കൊന്നാലും വേണ്ടില്ല, ഞാൻ ദൈവത്തിന് മുമ്പാകെ ഞാനൊരു ചതിയനാണെന്ന് സമ്മതിച്ചു എന്നുള്ള ആ പരിപൂർണ ബോധ്യത്തോടെയാണ് യാക്കോബ് ഏറ്റവും മുമ്പിലേക്ക് ചെല്ലുവാൻ ഇടയായിട്ട് തീരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മെ കൊല്ലുവാൻ, നമ്മെ മുടിച്ചു കളയുവാൻ, നാം ഇല്ലാതായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ മുമ്പാകെ നമ്മുടെ തലയെ ഉയർത്തി നിർത്തുവാൻ നമ്മെ യോഗ്യന്മാരാക്കി തീർക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നാം ചെയ്യേണ്ടത്, ദൈവമുഖത്തിന് മുമ്പാകെ ചെന്ന് നിന്നിട്ട് നമ്മെ തന്നെ ഒന്ന് സമ്മതിക്കാമോ? അനുഗ്രഹത്തിന്റെ രണ്ടാമത്തെ പടി, ശത്രുവിന്റെ മുമ്പാകെ, നിന്നെ കൊല്ലുവാൻ വരുന്നവരുടെ മുമ്പാകെ, നിന്നെ മുടിച്ചു കളയുവാൻ വരുന്നവരുടെ മുമ്പാകെ നിന്നെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവമാണ്. ആ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് യാക്കോബിലൂടെ ഇവിടെ വെളിപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നത്. ഇനി വളരെ പെട്ടെന്ന് ഞാൻ മൂന്നാമത്തെ ആശയം ഒന്ന് പറയട്ടെ.
4-ാം വാക്യം, 33-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു, ആലിംഗനം ചെയ്തു, അവന്റെ കഴുത്തിൽ വീണ് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു, രണ്ടുപേരും കരഞ്ഞു എന്ന് വായിക്കുന്നു. നോക്ക്, ബദ്ധശത്രുക്കളായിട്ട് ദീർഘമായ നാളുകൾ മരണഭയത്തിൽ മാത്രം കഴിഞ്ഞുകൂടിയ യാക്കോബ്, ഏശാവും യാക്കോബും തമ്മിൽ വാസ്തവത്തിൽ വൈരികളായിട്ട് തീർന്നു. എന്നാൽ ഇവിടെ ദൈവവിധ ആ പ്രതിസന്ധിയെ മാറ്റി, ആ പ്രശ്നത്തെ പരിഹരിച്ചു. അവൻ ആരാണെന്ന് സമ്മതിച്ചപ്പോൾ, ദൈവമുഖം കണ്ടപ്പോൾ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ, അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ, ഇവിടെ ഇതാ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇവർ കണ്ട മാത്രയിൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരയുന്ന ഒരവസ്ഥ. അതെന്തിനെയാ സൂചിപ്പിക്കുന്നത്? അത് ഹൃദ്യമായിരിക്കുന്ന സാഹോദര്യത്തിന്റെ ഒരു വലിയ അടയാളമാണ്. കെട്ടിപ്പിടിച്ച് ചുംബിക്കുക. ഇല്ല, എനിക്കൊരു പരിഭവമില്ല, ഞാൻ നിന്നെ കൊല്ലുകയില്ല, ഞാൻ നിന്നെ ഒരിക്കലും ഇല്ലായ്മ ചെയ്ത് കളയുകയില്ല എന്ന് പറയുന്ന ഏശാവിന്റെ ചിത്രമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വർഷം മുഴുവൻ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു വർഷമായിട്ട് തീരട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഏതു വേദനകളും മാറുന്ന ഒരു വർഷമായിട്ട് തീരട്ടെ. സന്തോഷത്തിന്റെ ചുംബനമുണ്ടാകുന്ന ഒരു വർഷമായിട്ട് തീരട്ടെ. സന്തോഷത്തിന്റെ കണ്ണുനീർ പൊഴിയുന്ന വർഷമായിട്ട് തീരട്ടെ. സാഹോദര്യ ബന്ധത്താൽ ഒരുമിച്ച് ചേർക്കപ്പെടുന്ന ഒരു വർഷമായിട്ട് തീരട്ടെ. സാഹോദര്യ ബന്ധം വർദ്ധിക്കുന്ന ഒരു വർഷമായിട്ട് തീരട്ടെ. ബദ്ധശത്രുക്കളായിരുന്ന യാക്കോബും ഏശാവും ഒരുപോലെ കെട്ടിപ്പിടിച്ച് കരയുന്നത് പോലെ ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്ന വർഷമായിട്ട് തീരുവാൻ ഇടയായിട്ട് തീരട്ടെ. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന വ്യത്യസ്തമായ ജീവിതത്തിന്റെ സാഹചര്യം ഉണ്ടായിരിക്കാം. ഇന്ന് വരെയും ആരോടും മിണ്ടാതെ, ഒരുപക്ഷെ കൂട്ടു സഹോദരനുമായിട്ട് സംസാരിക്കാതെ, ഒരുപക്ഷെ കഠിനമേറിയ എന്തെങ്കിലുമൊക്കെ പിണക്കവും അസൂയയും വെച്ചുകൊണ്ടു പോകുന്നവരുണ്ടായിരിക്കാം. എന്നാൽ അതൊന്ന് മാറിക്കിട്ടണമെന്ന് ആഗ്രഹം ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ പ്രശ്നം മുഴുവൻ പരിഹരിക്കപ്പെടുന്ന ഒരു വർഷമായിട്ട് ഈ വർഷം തീരട്ടെ. അതിന് നമുക്ക് മുൻകൈയോടെ വെളിയിലേക്ക് ഇറങ്ങുവാൻ ദൈവം നമുക്ക് കൃപ നൽകി സഹായിക്കുമാറാകട്ടെ. ഞാൻ ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ മറ്റു നിരവധി കാര്യങ്ങൾ അവിടെ ചിന്തിപ്പാനുണ്ടെങ്കിലും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കണമല്ലോ. ഒരു കാര്യം ഞാൻ പറയട്ടെ. 35-ാം അധ്യായം 29-ാം വാക്യം ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചാപ്റ്റർ 35 വേഴ്സ് 29. ഇസഹാക്ക് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ട് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു. അവൻ്റെ പുത്രന്മാരായ ഏശാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു. ഈ വേദഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇസഹാക്ക് ഏറ്റവും കൂടുതൽ കരഞ്ഞത്, ഇസഹാക്കിന്റെ ഏറ്റവും വലിയ വേദന തൻ്റെ മക്കളായ ഏശാവും യാക്കോബും രണ്ടു വഴിക്കായി പോയി എന്നുള്ളതായിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കിയേ, ദൈവം ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കൊടുത്തിട്ട് ഇവിടെ ഇതാ ഇസഹാക്ക് മരിക്കുന്ന സമയത്ത് ഏശാവും യാക്കോബും കൂടെ അടുത്തുണ്ടായിരുന്നു. പോരാ, അവർ രണ്ടുപേരും കൂടി ഇസഹാക്കിനെ അടക്കം ചെയ്തു എന്നാണ് നാം വായിക്കുന്നത്. എത്രയോ നല്ലൊരു മാതൃകയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന് കാരണമായിട്ട് തീർന്നത് യാക്കോബ് എന്ന് പറയുന്ന ചതിയന്റെ ദൈവമുമ്പാകെയുള്ള സമർപ്പണമായിരുന്നു. ഞാനൊരു ചതിയനാണ്, താൻ ആരാണെന്ന് സമ്പൂർണമായിട്ട് തനിക്ക് ഏറ്റുപറയുവാൻ, തൻ്റെ കുറവിനെ പരിഹരിക്കുവാൻ തനിക്ക് മനസ്സായതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായിട്ട് തീർന്നത്. ഇന്ന് പ്രഭാതത്തിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ തന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, ദൈവം നമ്മുടെ അവസ്ഥയെ മാറ്റും. ദൈവം എല്ലാത്തിനും പരിഹാരം തരും. ആ പരിഹാരത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് നിൽക്കുവാൻ നമുക്ക് തയ്യാറാണോ? സൂര്യൻ ഉദിച്ചു, ഈ സൂര്യന്റെ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പുനഃപരിശോധിക്കാം, നമ്മുടെ കുറവുകളെ നമുക്കൊന്ന് ഏറ്റുപറയാം. അങ്ങനെ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ ഈ 2026 വളരെ ഐശ്വര്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു വർഷമായി തീരുമെന്നുള്ളൊരു സംശയമില്ല. അതുകൊണ്ട് പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. ഈ യാക്കോബ് പെനിയേൽ കടന്നു പോയപ്പോൾ സൂര്യൻ ഉദിച്ചു. നമ്മുടെ ജീവിതത്തിലും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ 2026 നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ ഒന്ന് ചെയ്തു തീർക്കാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. അങ്ങനെ നാം ചെയ്യുന്ന പക്ഷം, നാം ആരാണെന്ന് സമ്മതിക്കുന്ന പക്ഷം, അനുഗ്രഹത്തിന്റെ ഓരോ പടികൾ വച്ച് കയറി മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് ഇടയാക്കി തീരും, യാതൊരു സംശയമില്ല. ഈ വചന കേൾവി അതിന് മുഖാന്തരമാകട്ടെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അതിനിടയായിട്ട് തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കായി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു പുതുവർഷം ഞങ്ങൾക്ക് സമ്മാനിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ആരാണെന്ന് അങ്ങേക്കറിയാം, ഞങ്ങളുടെ കുറവുകൾ അങ്ങേക്കറിയാം. അവിടുത്തെ മുമ്പാകെ സകലവും നഗ്നവും മലർന്നവുമായിട്ടിരിക്കുന്നു. ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു.
ഞങ്ങളുടെ കുറവുകളൊക്കെയും അവിടുന്ന് ക്ഷമിക്കുമാറാകണമേ. ഞങ്ങൾ ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറയുന്നു. ഏതെങ്കിലും മറഞ്ഞിരിക്കുന്ന ലംഘനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞങ്ങളോട് പരിപൂർണമായിട്ട് ക്ഷമിക്കണമേ. ഈ ഒരു വർഷം ഞങ്ങൾ വിശുദ്ധിയോടും പരമാർത്ഥതയോടും അങ്ങയോടുള്ള സ്നേഹത്തിലും ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യാക്കോബ് തൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധിയെ മാറ്റി അനുഗ്രഹം തൻ്റെ ജീവിതത്തിൽ ഓരോ പടി അനുഭവിപ്പാനിടയായിട്ട് തീർന്നതുപോലെ ഞങ്ങളുടെയും ജീവിതത്തിൻ്റെ കുറവുകളെ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് മുമ്പാകെ ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ഒരു വർഷം എല്ലാ അനർത്ഥാപത്തുകളിൽ നിന്ന് ഞങ്ങളെ സൂക്ഷിക്കുകയും അവിടുത്തെ സന്നിധി വിശ്വസ്തരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അനുഗ്രഹം ധാരാളമായിട്ട് നൽകി സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരായ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോതമ്പ് പോലെന്നെയും പാറ്റിടുവാൻ ശത്രുവണഞ്ഞിടുമ്പോൾ താളടിയാകാതെ വിശ്വാസം കാത്തതിനാൽ താളടിയാകാതെ വിശ്വാസം കാത്തതിനാൽ നന്ദിയാൽ നിറഞ്ഞു മനമേ